വെൽക്കം ടു ഓട്ടോക്യാഡ് ഓൺലൈൻ ട്രെയിനിങ്. എൻ്റെ പേര് സീന. ഞാൻ ബിം ലാബ്സിൽ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബിം ലാബ്സ് ഓട്ടോഡെസ്കിന്റെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ട്ണർ ആണ്. ഇന്ന് നമ്മൾ മോഡിഫൈഡ് ടൂൾസിന്റെ സെക്കൻഡ് വീഡിയോയിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിം എക്സ്റ്റെൻഡ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് അടുത്ത് പോകുന്നത് എറേസിലേക്കാണ്. എറേസ് ടൂൾ ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാം. ഏതാണോ നമുക്ക് എറേസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക, ദെൻ എൻ്റർ ചെയ്യുക. അപ്പോഴേക്കും അത് എറേസ് ആയി പോയിട്ടുണ്ടാവും. അടുത്തെന്ന് പറയുന്നത് കോപ്പിയാണ്. കോപ്പിക്ക് വേണ്ടി കമാൻഡ് എന്ന് പറയുന്നത് CO എന്ന കമാൻഡ് കൊടുക്കുന്നതിലൂടെ കോപ്പി ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഓർ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി എടുക്കാൻ പറ്റും. മോഡിഫൈഡ് പാനലിനകത്തുനിന്ന് കോപ്പി എടുക്കാം. മെനു ബാറിലെ മോഡിഫൈയിൽ നിന്നും കോപ്പി എടുക്കാം. ദെൻ കോപ്പി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ഒബ്ജക്റ്റ് വരയ്ക്കണം. എനിക്ക് കോപ്പി ചെയ്യേണ്ട ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ദെൻ കോപ്പി ഇവിടെ നിന്ന് എടുക്കുന്നു. സെലക്ട് ഒബ്ജക്ട്സ് ചോദിച്ചു. ഞാൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ബേസ് ഇവിടെ സ്പെസിഫൈ ബേസ് പോയിന്റ് ഓർ ഡിസ്പ്ലേസ്മെന്റ് എന്നൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ മോഡിഫൈഡ് ടൂൾസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ബേസ് പോയിന്റിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബേസ് പോയിന്റ് ഒറിജിൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത് കാണിക്കുന്നില്ല. പകരം ഞാൻ ബേസ് പോയിന്റ് ഇവിടെ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, എവിടേക്കാണ് കോപ്പി ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യാം. ഒരു തവണ കോപ്പി എടുത്തപ്പോഴേക്കും സിംഗിൾ കോപ്പി കഴിഞ്ഞപ്പോഴേക്കും കമാൻഡിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. മൾട്ടിപ്പിൾ കോപ്പീസും എടുക്കാൻ പറ്റും. അതിനുവേണ്ടി സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് മൾട്ടിപ്പിൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ബേസ് പോയിന്റ് കൊടുക്കുമ്പോഴേക്കും എനിക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കോപ്പിക്കകത്ത് ഓപ്ഷൻസ് തീർന്നിട്ടില്ല. സെലക്ട് ചെയ്യുക, ബേസ് പോയിന്റ് കൊടുത്തതിന് ശേഷം കണ്ട ഇവിടെ കിടക്കുന്ന ഒരു ഓപ്ഷൻ അറേ. അറേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർട്ടിക്കുലർ ഒരു ആംഗിളിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക്, ഫിക്സഡ് ഡയറക്ഷനിലേക്ക് ഒത്തിരി നമ്പേഴ്സ് കോപ്പീസ് ഒരുപോലെ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിലാണ് അറേ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അറേ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നത് എൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പം ഞാനൊരു 12 എന്നൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 12 കോപ്പീസ് ഒരേ ഡയറക്ഷനിൽ എനിക്ക് പ്ലേസ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഇവിടെ കണ്ടോ, എന്റെ ആ കോപ്പി ആയ ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ബേസ് പോയിന്റിലാണ് എന്റെ മൗസ് പോയിന്റർ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിക്സ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലാസ്റ്റ് ഒബ്ജക്റ്റ് ഒത്തിരി ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഇത് ആവശ്യമുള്ള സാഹചര്യങ്ങളുണ്ട്. ഓർ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഫിക്സഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ കോപ്പീസ് പ്ലേസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടെ കണക്ട് ചെയ്തിട്ട് സ്റ്റെയറിന്റെ നമുക്ക് ക്രോസ് സെക്ഷൻ വരയ്ക്കണമെങ്കിൽ അവിടെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആണ്. അതിന്റെ ഉള്ളിൽ വേണം കോപ്പീസ് പ്ലേസ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ഈ ഓപ്ഷൻ കൊണ്ട് കുറച്ച് പാടാണ് അങ്ങനെ ചെയ്യാൻ. നമുക്ക് വേറെ ഓപ്ഷൻ ചെയ്യേണ്ടി വരും. നമുക്കൊരു ക്ലാസ് റൂമിനകത്ത് ഈക്വൽ ആയിട്ട് ഡെസ്ക് അറേഞ്ച് ചെയ്യുക, അതാണ് ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുള്ള യൂസ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് റൂം പോലെ അല്ലെങ്കിൽ ഒരു റൂം പോലെ വരയ്ക്കാം. ഒരു യു ഷേപ്പിൽ വരയ്ക്കാണ്. ഇതൊരു കോർണറായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിനകത്തേക്ക് ഞാനൊരു ഡെസ്ക് പ്ലേസ് ചെയ്യാണ്. ഓക്കെ ഫൈൻ. ഇതിന്റെ കോപ്പീസ് ആണ് എനിക്ക് ഇങ്ങോട്ടേക്ക് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോപ്പി എടുക്കുന്നു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ബേസ് പോയിന്റ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ അറേ കൊടുക്കുകയാണ്. നമ്പർ ഓഫ് ഐറ്റംസ് ഒരു 5 ഞാൻ കൊടുക്കുന്നുള്ളൂ. കണ്ടോ, 5 കോപ്പീസ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകുന്നു. ഇതാണ് എന്റെ ബൗണ്ടറി. അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ ഫിറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ലാസ്റ്റ് കണ്ടോ, ഇപ്പൊ എന്റെ ലാസ്റ്റ് ഒബ്ജക്റ്റിനകത്താണ് എന്റെ മൗസ് പോയിന്റർ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് എവിടെ വേണോ അവിടെ കൊണ്ടുവന്ന് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതാണ് ഫിറ്റ് ഓപ്ഷന്റെ ആപ്ലിക്കേഷൻ. അടുത്തെന്ന് പറയുന്നത് മിറർ ആണ്. മിറർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ്, മിറർ കോപ്പീസ് പ്ലേസ് ചെയ്യാനാണ് നമുക്ക് മിറർ ഓപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് വരയ്ക്കാണ്. ഓർത്തോ മോഡ് കോപ്പി ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. ഡ്രോയിങ് വരച്ചു. ഇനി ഞാൻ ഇവിടുത്തെ മിറർ ഇതെടുക്കാം. ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കമാൻഡ് MI എന്ന് കൊടുക്കാം. മിറർ എടുത്തു, സെലക്ട് ഒബ്ജക്ട്. ഞാൻ ഒബ്ജക്റ്റിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു, മിറർ എടുത്തു, സെലക്ട് ഒബ്ജക്ട്, എൻ്റർ ചെയ്തു. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ മിറർ ലൈനിന്റെ ഫസ്റ്റ് പോയിന്റ് ഇത് കൊടുത്തു, സെക്കൻഡ് ലൈൻ താഴേക്ക് അങ്ങ് കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ മിറർ ചെയ്ത് കോപ്പി വന്നിട്ടുണ്ട്. ചോദിക്കുന്നുണ്ട് എറേസ് സോഴ്സ് ഒബ്ജക്ട്. ഞാൻ എനിക്ക് സോഴ്സ് ഒബ്ജക്ട് എറേസ് ചെയ്യണമെങ്കിൽ ഞാൻ S കൊടുത്തു കഴിഞ്ഞാൽ സോഴ്സ് ഒബ്ജക്ട് എറേസ് ആവുന്നതിനൊപ്പം തന്നെ കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആവും. ഒരിക്കൽ കൂടി നമുക്ക് മിറർ കൊടുക്കാം. സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. മിറർ ആക്സിസിന്റെ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും കൊടുത്തതിന് ശേഷം സോഴ്സ് ഒബ്ജക്ട് എറേസ് ചെയ്യണമെന്നൊരു ഓപ്ഷൻ ഞാൻ നോ കൊടുത്തു കഴിഞ്ഞാൽ ആ സോഴ്സ് ഒബ്ജക്ട് റീറ്റെയിൻ ചെയ്തതിന് ശേഷം കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് മിറർ.
അടുത്തെന്ന് പറയുന്നത് ഫില്ലറ്റ് ചേംഫർ ബ്ലണ്ട് കർവ് എന്നൊരു ഓപ്ഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഓർമ്മല്ല. ഞാനൊരു റെക്ടാങ്കിൾ ഓർ ലൈൻ എടുത്ത് വരയ്ക്കാം. ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു 100 ലെങ്തിൽ ഒരു ലൈൻ വരച്ചു. 100 ഓർ 150 കൊടുക്കാം. 150 then താഴേക്ക് 50 ഇങ്ങോട്ടേക്ക് 150 ഇൻക്ലൂസ് ചെയ്യാം. ഒരു ലൈൻ വെച്ചിട്ട് ഒരു റെക്ടാങ്കിൾ വരച്ചു. ഞാൻ ഇതിന് അടുത്തായിട്ട് പോളിലൈൻ നമ്മുടെ നോർമൽ റെക്ടാങ്കിൾ വരച്ചു. ഫസ്റ്റ് ഓപ്ഷൻ ഫില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് കർവ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനാണ് നമുക്ക് ഫില്ലറ്റ് എടുക്കുന്നത്. ഫില്ലറ്റ് എടുത്തിട്ട് ശേഷം ഫസ്റ്റ് ഫില്ലറ്റിന്റെ കമാൻഡ് എഫ് ആണ്. റേഡിയസ് ഞാനൊരു ഫസ്റ്റ് നമുക്ക് റേഡിയസ് കൊടുക്കാം. ഞാൻ 10 റേഡിയസ് ഫസ്റ്റ് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം 2 എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ എഡ്ജ് കർവ് ചെയ്ത് വരുന്നതിനൊപ്പം തന്നെ കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഫില്ലറ്റ് ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ ഫസ്റ്റ് റേഡിയസ് തന്നെ കൊടുക്കുക. റേഡിയസ് കൊടുത്തതിന് ശേഷം 10 തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പോളിലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പോളിലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പോളിലൈൻ ആണ്. ഈ പോളിലൈൻ സെലക്ട് ചെയ്യുമ്പോൾ റെക്ടാങ്കിൾ ഒരു പോളിലൈൻ ആണ്. സെലക്ട് ചെയ്ത് എടുക്കുമ്പോഴേക്കും പോളിലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലറ്റ് ആയിട്ടുണ്ടാവും. ദെൻ ഇതിനകത്ത് തന്നെ വേറൊരു ഓപ്ഷൻ ആണ് ട്രിം. ട്രിമ്മിനകത്ത് അതായത് ഈ എഡ്ജ് ട്രിം ആയി പോയിട്ടുണ്ട്. ഞാൻ നോട്ട് ട്രിം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അത് ട്രിം ആവത്തില്ല. കാരണം എഡ്ജ് കൂടി റീറ്റെയിൻ ചെയ്യും. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ചേംഫർ ആണ്. ചേംഫറിന്റെ കമാൻഡ് CHA ആണ് ചേംഫർ. ചേംഫർ എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അൺഡു ചെയ്യണേ. ഓക്കെ, ചേംഫർ CHA ചേംഫർ കൊടുത്തു. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചേംഫർ ചെയ്യാൻ പറ്റും. ഒന്ന് ഡിസ്റ്റൻസ് മെത്തേഡ്, സെക്കൻഡ് വൺ ആംഗിൾ മെത്തേഡ്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. മൾട്ടിപ്പിൾ ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്റ്റൻസ് മെത്തേഡ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഡിസ്റ്റൻസ് 10 കൊടുത്തു, സെക്കൻഡ് ഡിസ്റ്റൻസ് ഒരു 10 കൊടുത്തു. ദാറ്റ് മീൻസ് ഫസ്റ്റ് ലൈനിൽ നിന്ന് 10 ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും. സെക്കൻഡ് ലൈൻ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ആ പോയിന്റിൽ നിന്ന് 10 മാറി ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഫസ്റ്റ് ലൈൻ കൊടുക്കുന്നു, സെക്കൻഡ് ലൈൻ കൊടുക്കുന്നു, ഇങ്ങനെയായിരിക്കും ചേംഫർ ആവുക. ദെൻ ഇതിനകത്തും എന്താണ് മൾട്ടിപ്പിൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് 2 ഡിസ്റ്റൻസ് കൊടുക്കാം. സെക്കൻഡ് ഞാൻ ഒരു 20 ഡിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ 10ഉം സെക്കൻഡ് ലൈനിൽ 20 ആയിട്ടായിരിക്കും അത് ചേംഫർ ആയിട്ടുണ്ടാവുക. ഇതിനകത്ത് പോളിലൈൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. പോളിലൈൻ സെലക്ട് ചെയ്താലും ഇതുപോലെ ചേംഫർ ആവും. ട്രിം ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ട്രിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്ജ് റീറ്റെയിൻ ചെയ്യും. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ആംഗിൾ മെത്തേഡ് ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ ചേംഫറിനകത്ത് ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഡിസ്റ്റൻസ്, ഇപ്പൊ ഞാൻ 10 എന്നൊരു ഡിസ്റ്റൻസും സെക്കൻഡ് വൺ ഒരു ആംഗിളുമാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ലൈനിൽ ആ ഒരു 10 ഡിസ്റ്റൻസും സെക്കൻഡ് സെലക്ട് ചെയ്യുന്ന ലൈനിൽ ആ 10ൽ നിന്ന് 45 ആംഗിൾ ഒരു ലൈനും പോയിട്ടായിരിക്കും അത് കട്ട് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ആംഗിൾ മെത്തേഡ്. ഇതിൽ സെയിം ബാക്കി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ട്രിം നോട്ട് ട്രിം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഇങ്ങനെ നിൽക്കും. ദെൻ പോളിലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോളിലൈൻ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കിട്ടും. മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ട് ബ്ലണ്ട് കർവ്സ് ആണ്. ബ്ലണ്ട് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ 2 ലൈൻസ് വരയ്ക്കാണ്. 2 സ്ഥലത്ത് 2 ലൈൻ വരച്ചു. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സ്മൂത്ത് സർഫസ് വല്ലതും ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് ഇവിടെ നമുക്ക് ബ്ലണ്ട് കർവ് എടുക്കുന്നത്. ഇതിനെ രണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്മൂത്ത് സർഫസ് ക്രിയേറ്റ് ആവും. ഇതൊരു സ്പ്ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തെന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോർഡ് ആണ്. ഒരു റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പോളിലൈൻ ആണ്. പോളിലൈനെ നമുക്ക് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതിന്റെ ആ അസോസിയേറ്റിവിറ്റി മാറ്റണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആണ് എക്സ്പ്ലോർഡ്. ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ കമാൻഡ് എക്സ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർഡ് ആയിരിക്കും വരിക. ഇപ്പൊ കണ്ടോ, സെലക്ട് ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഒരു അത് എക്സ്പ്ലോർഡ് ആയി. ഇതൊരു റെക്ടാങ്കിൾ ആണ്, കംപ്ലീറ്റ് റെക്ടാങ്കിൾ. ഇതിനെ നമുക്ക് അതിന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കളയണമെങ്കിലാണ് ഇവിടുന്ന് എക്സ്പ്ലോർഡ് എടുത്തതിന് ശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ ഇത് സിംഗിൾ ലൈൻ ആയിട്ട് സെലക്ട് ആവും. ഇനി ഇതിന്റെ അസോസിയേറ്റിവിറ്റി കൊടുക്കണമെങ്കിൽ, അതായത് ഈ ലൈൻ വെച്ച് ക്രിയേറ്റ് ചെയ്ത റെക്ടാങ്കിളിനെ ഒരു പോളിലൈൻ ആക്കണമെങ്കിൽ കമാൻഡ് ജോയിൻ ആണ്. ജെ എൻ്റർ ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, കണ്ടോ അതൊരു പോളിലൈൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് പോവുക. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ പ്രോപ്പർട്ടി ഓൺ ആയി വരട്ടെ. ഓക്കെ, പ്രോപ്പർട്ടിക്കകത്ത് കണ്ടോ ഇത് സെലക്ട് ചെയ്യുന്നത് ഇതൊരു പോളിലൈൻ ആയിട്ടായിരിക്കും ഇതിനെ ആക്ട് ചെയ്യുക. കണ്ടോ പോളിലൈൻ ആണ്. നമ്മൾ ഇതിനെ എക്സ്പ്ലോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർഡ് കണ്ടോ
എക്സ്പോർട്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് കണ്ടോ ലൈൻ ആണ്, 4 ലൈൻ മാത്രമാണ്, 4 ലൈൻ മാത്രമാണ്. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമാൻഡ് ജെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോഴേക്കും അതൊരു പോളിലൈൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ടൂൾസ്, മോഡിഫൈ ടൂൾസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. താങ്ക് യു.